1960-കളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ റിസർച്ചിൽ ഹാർഡ്ലി സെൻറിക്കും ലിയോണും ചേർന്ന് ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നു. ലോകത്തിലെ 13 രാജ്യങ്ങളിൽ നിന്നുമുള്ള ലോക ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ സർവേ കണ്ടക്ട് ചെയ്തിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകൾ എത്രത്തോളം അവരുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്, അവരുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയായിരുന്നു. ഈ സർവേയെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി സെൽഫ് ആങ്കറിംഗ് എന്ന് പറയുന്ന ഒരു സ്കെയിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 1965 ഈ സർവേയുടെ റിസൾട്ട് വന്ന സമയത്ത് വളരെയധികം ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മാത്രമല്ല മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്ന് അവർക്ക് വ്യക്തമായി. മറ്റ് പല ബേസിക് നീഡ്സും മനുഷ്യന് ആവശ്യമാണ് എന്നും ഈ സർവേയിലൂടെ വെളിപ്പെട്ടു. ആളുകളുടെ ഡിസിഷനും ബിഹേവിയറും ആക്ഷൻസിനെയും ബാധിക്കുന്ന സൈക്കോളജിക്കൽ നീഡ്സും മനുഷ്യന് ആവശ്യമാണ് എന്ന് ഈ സർവേയിലൂടെ കണ്ടെത്തി. മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള ടോണി റോബിൻസ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ നീഡ്സ് നേടാൻ വേണ്ടിയിട്ട് ആളുകൾ അവരുടെ ലക്ഷ്യങ്ങൾ പോലും വേണ്ട എന്ന് വയ്ക്കുകയും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും എന്നാണ്. ചില സമയങ്ങളിൽ ആളുകളുടെ ഫാമിലി ലൈഫും അതുപോലെ റിലേഷൻഷിപ്സിനെയും വരെ ബാധിക്കുന്ന രീതിയിൽ പോലുമുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇത്തരം സൈക്കോളജിക്കൽ നീഡ്സിന് സാധിക്കും എന്നും പറയുന്നു. എന്നാൽ ഇത്തരം സൈക്കോളജിക്കൽ നീഡ്സിനെ വളരെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിൽ ഒരുപാടധികം നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. ഏതൊക്കെയാണ് ആ സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സെർട്ടൈനിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യത്തിലുള്ള ഉറപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരത എന്ന് പറയുന്നതാണ്. ഉദാഹരണത്തിന് ഒട്ടും തന്നെ അടച്ചുറപ്പില്ലാത്ത ചുമരും വാതിലും ജനാലയുമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ താമസിക്കാൻ നമ്മളോട് ഒരാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഭയമുണ്ടാവും. നമുക്ക് ആ ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഇതിന് കാരണം ആ വീടിന് അടച്ചുറപ്പില്ല എന്നതുകൊണ്ടാണ്. അവിടെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവന് ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. യാതൊരുവിധ സുരക്ഷിതത്വവും നമ്മുടെ ജീവിതത്തിന് അവിടെ ഇല്ല എന്ന കാര്യം നമുക്ക് ഉറപ്പായതുകൊണ്ടാണ് നമുക്ക് ആ ഭയം ഉണ്ടാവുന്നത്. ആളുകൾ എപ്പോഴും സെർട്ടൈനിറ്റി എന്ന സൈക്കോളജിക്കൽ നീഡ് സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചില കാര്യങ്ങളിൽ പോലും റിസ്ക് എടുക്കാൻ അവർ ഒട്ടും തന്നെ തയ്യാറല്ല. ഉദാഹരണത്തിന് എത്ര തന്നെ പൊട്ടൻഷ്യലും കഴിവുമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായൊരു ഓൺട്രപ്രണർ ആവാനോ ആഗ്രഹിക്കാതെ സാധാരണയായിട്ടുള്ള ഒരു മീഡിയോക്കർ ഗവൺമെൻറ് ജോബോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോർപ്പറേറ്റ് ജോബോ ചെയ്ത് ലൈഫിൽ ഒരു ഇൻകം മാത്രം കിട്ടിക്കൊണ്ട് ജീവിക്കാൻ ഒരുപാടധികം ആളുകൾ ചൂസ് ചെയ്യുന്നു. ഇതിന് കാരണം ഇൻകം എന്ന വളരെ സെർട്ടൈൻ ആയിട്ടുള്ള ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്. അതിന് പകരം പ്രോഫിറ്റോ ലോസോ പോലുള്ള അൺസെർട്ടൈൻ ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണ്. രണ്ടാമത്തേത് സെർട്ടൈനിറ്റിയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അൺസെർട്ടൈനിറ്റിയും നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെയധികം ആവശ്യമാണ്. ഇവ രണ്ടും കോൺട്രാഡിക്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഇവ അപ്ലൈ ചെയ്യപ്പെടുന്ന കോണ്ടെക്സ്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നു. ആദ്യത്തെ പ്രാവശ്യം ആ സിനിമ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാടധികം എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവും. എന്നാൽ അടുത്ത ദിവസം നമ്മുടെ സുഹൃത്ത് അതേ സിനിമയ്ക്ക് വേണ്ടി നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോവുമെങ്കിലും കാണുന്ന സമയത്ത് നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ആ സിനിമ കണ്ടു കഴിഞ്ഞതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ ഉണ്ടായിരുന്ന അത്രയും എക്സൈറ്റ്മെൻറ്റ് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ വട്ടവും വേറൊരു സുഹൃത്ത് നമ്മളോട് ആ സിനിമ കാണാൻ വേണ്ടി നമ്മളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സിനിമ കാണാൻ പോവില്ല. കാരണം നമുക്കറിയാം അതിൻ്റെ കഥയും അതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് തന്നെ വീണ്ടും ആ സിനിമ കാണാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. യാതൊരു പുതുമയും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു കാര്യത്തിലും പുതുമ അന്വേഷിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പോൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായി ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ യാതൊരുവിധ പുതുമയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാടധികം അൺസെർട്ടൈനിറ്റി നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തേത് സിഗ്നിഫിക്കൻസ് അഥവാ സെൽഫ് ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് അവർ നമ്മളെ കെയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെയധികം ഇഷ്ടമാണ്. നമുക്ക് ഏറ്റവും അധികം കെയർ അല്ലെങ്കിൽ പ്രയോറിറ്റി തരുന്ന ആളുകളോട് നമുക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നാനും സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു നീഡാണ്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ സിഗ്നിഫിക്കൻ്റായി കാണണം
മറ്റുള്ളവർ നമ്മളെ സിഗ്നിഫിക്കൻ്റായി മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്തായാലും റിലേഷൻഷിപ്സിലായാലും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ഒക്കെ കിട്ടാതെ പോകുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഇവ കാരണം ഉണ്ടാവുമെങ്കിൽ പോലും ഇവയെല്ലാം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഒരു വീടിനകത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലായിക്കോട്ടെ, സിഗ്നിഫിക്കൻ്റായി മറ്റുള്ളവരെയും കൂടി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കും ആ സിഗ്നിഫിക്കൻസ് തിരിച്ച് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. നാലാമത്തേത് ലവ് ആൻഡ് കണക്ഷൻ. പലപ്പോഴും ആളുകൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് വളരെയധികം പ്രൊഫഷണലായിട്ടും അല്ലെങ്കിൽ വളരെ ഫോമലായിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്നത് കാണാറുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് വളരെ ഫോമൽ ആയതുകൊണ്ടായിരിക്കാം ആ രീതിയിൽ അവർ പെരുമാറാനും ഇടപഴകാനും ഒക്കെ സാധ്യത. എന്നാൽ എപ്പോഴും ആളുകൾ തമ്മിൽ ഒരു ലവും കണക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അതിനൊരു മീനിങ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ല എങ്കിൽ രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നതിന് പകരം രണ്ട് റോബോട്ടുകൾ സംസാരിക്കുന്നത് പോലെ ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കണക്ഷൻ ചില ആളുകളുടെ കൂടെയെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ അവരുമായി ഷെയർ ചെയ്യുന്ന വേവ് ലെങ്ത് അത് റെസിപ്രോക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ അവർ നമ്മളോട് അട്രാക്റ്റഡായി സംസാരിക്കാനും നമുക്ക് കൂടുതൽ പ്രിഫറൻസ് ഒക്കെ തരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതേ പ്രിഫറൻസ് നമ്മൾ തിരിച്ചും അവരോട് റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം മീനിങ് ഫുള്ളായിട്ടുള്ള റിലേഷൻസും ഫ്രണ്ട്ഷിപ്സും ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സിന് വളരെയധികം സൈക്കോളജിക്കലി ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ റിലേഷൻഷിപ്സിലും അതുപോലെ നമ്മുടെ ഫാമിലിയിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ലവും കണക്ഷനും ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ടൈം അതുപോലെ അറ്റൻഷനൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, ലവ് ആൻഡ് കണക്ഷനൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടും ഇഫക്റ്റീവായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളിൽ പലർക്കും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഉള്ള ധാരണയില്ല. അതായത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുമായി എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് അറിയാത്ത ഒരുപാട് പേർ നമുക്കുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകമാണ് മോഡൽസ്. സോ ഈ ഒരു പുസ്തകത്തിൽ എങ്ങനെ പെൺകുട്ടികളുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കാമെന്നും എങ്ങനെ നല്ലൊരു സുപ്പീരിയർ മാനായി മാറാമെന്നും എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണമെന്നുമുള്ള പല കാര്യങ്ങളുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ പെൺകുട്ടികളുമായി സംസാരിക്കാനും അവരുടെ ഒരു അട്രാക്ഷൻ നേടിയെടുക്കാനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആ ഒരു ഷൈനസ് ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം. ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങാവുന്നതാണ്. പക്ഷേ അതിൻ്റെ റേറ്റ് വരുന്നത് 1486 രൂപ എങ്ങാണ്ടാണ്. സോ ക്യാഷ് ഉള്ളവർക്ക് വേണമെങ്കിൽ അതിൽ നിന്നും വാങ്ങാം. ഇനി അല്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ വെറും 249 രൂപയ്ക്ക് മലയാളത്തിൽ 1.5 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഓഡിയോ ബുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായും കേൾക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പെയ്ഡ് ഓഡിയോ ബുക്സിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭ്യമാകും. സോ സൈക്കോളജിക്കലി മനുഷ്യന് ആവശ്യമുള്ള 4 ബേസിക് നീഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇവയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരേ സമയം നമുക്കിത് നെഗറ്റീവായിട്ടും അതുപോലെ പോസിറ്റീവായിട്ടും നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സൈക്കോളജിക്കൽ നീഡ്സാണ് ഇവയെല്ലാം തന്നെ. എന്നാൽ ഇവ ഏത് രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. വളരെ പോസിറ്റീവായിട്ട് ഇത്തരം സൈക്കോളജിക്കൽ നീഡ്സിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ 4 ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ഇവ നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ലൈഫിനെ കൂടുതൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോവുക.